ഫ്യൂസ് വയർ എന്താണ്? ഒരു സബ്സ്ക്രൈബർ ചോദിച്ച ചോദ്യമാണ്. ഇത് തന്നെ ഞാൻ ഇതിനു മുന്നേ ചെയ്ത ഒരു വീഡിയോൻ്റെ കണ്ടിന്യൂഷനായിട്ട് ആ സബ്സ്ക്രൈബർ സംശയം രൂപത്തിൽ ചോദിച്ചതാണ്. അതായത് ഞാൻ ആ വീഡിയോയിൽ എങ്ങനെയാണ് ഫ്യൂസ് കെട്ടേണ്ടത്, ആ ഫ്യൂസ് എത്ര കോപ്പർ കേബിളാണ് യൂസ് ചെയ്യേണ്ടത് എന്നൊക്കെ ഡീറ്റെയിൽഡ് ആയിട്ട് അതൊരു വീഡിയോ രൂപത്തിൽ ചെയ്തിട്ടുണ്ടായിരുന്നു. അതിൻ്റെ അകത്ത് ഞാൻ പറഞ്ഞിരുന്നു കോപ്പർ വയർ അല്ല ഫ്യൂസ് കെട്ടാൻ യൂസ് ചെയ്യേണ്ടത്. അതിന് ആക്ച്വലി ഫ്യൂസ് വയർ എന്ന് പറഞ്ഞ് റെഡിമെയ്ഡ് ആയിട്ട് ഓരോ ആംബിയറിനും വരുന്ന ഒരു വയറുണ്ട്. അത് ടിന്നും ലെഡും കൂടിയിട്ടുള്ള ഒരു അലോയ് ആണ് ഈ വയർ വരുന്നത്. അപ്പോൾ സുഹൃത്ത് ചോദിച്ചിരിക്കുന്നത് ടിന്നും ലെഡുമായിട്ട് വരുന്ന അലോയ് ആണ് സോൾഡറിങ് വയർ. നമ്മൾ ഈ സോൾഡറിങ് ഒക്കെ ചെയ്യാൻ ഉപയോഗിക്കുന്ന സോൾഡറിങ് വയർ അത് നമുക്ക് ഫ്യൂസ് വയറായിട്ട് യൂസ് ചെയ്യാൻ പറ്റുമോ എന്നാണ് ഈ സബ്സ്ക്രൈബർ ചോദിച്ചിരിക്കുന്നത്. ഉത്തരത്തിലേക്ക് കിടക്കുന്നതിനെക്കാട്ടും മുന്നേ ഇതുപോലുള്ള ഡൗട്ടുകളോ സംശയങ്ങളോ നിങ്ങൾക്കുണ്ടെങ്കിൽ കമൻറ്റ് ബോക്സിൽ രേഖപ്പെടുത്താൻ മടിക്കേണ്ട. നല്ല ചോദ്യങ്ങളാണെങ്കിൽ നമുക്ക് ഇതേപോലുള്ള ഒരു വീഡിയോ രൂപത്തിൽ അത് പ്രസൻറ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് ശ്രമിക്കാം. നിങ്ങളൊരു വീടോ ബിൽഡിങ്ങോ കൺസ്ട്രക്ട് ചെയ്യുന്നുണ്ടെങ്കിൽ അവിടെ MEP ഡ്രോയിങ്സോ ഇലക്ട്രിക്കൽ ഡിസൈൻസോ ഡ്രോയിങ്സോ ആവശ്യമുണ്ടെങ്കിൽ താഴെയുള്ള നമ്പറിൽ ബന്ധപ്പെടാൻ മടിക്കേണ്ട. ഹായ്, ഞാൻ അമൃത് ശിശിർ, ഇലക്ട്രിക്കൽ കൺസൾട്ടൻറ്റ്. വെൽക്കം ടു അവർ ചാനൽ ഷിഷിരം എഞ്ചിനീയറിംഗ് സർവീസ്. ആദ്യം തന്നെ നമ്മുടെ സബ്സ്ക്രൈബർ ചോദിച്ച പോലെ എന്താണ് ഫ്യൂസ് വയർ എന്ന് തന്നെ ഡിസ്ക്രൈബ് ചെയ്യാം. നമുക്ക് ഫ്യൂസ് കെട്ടാനായി നമ്മൾ സാധാരണ കിറ്റ്കാറ്റ് ഫ്യൂസ് ആണ് ഉദ്ദേശിക്കുന്നത്. ഇപ്പോൾ നമുക്ക് കിറ്റ്കാറ്റ് ഫ്യൂസ് അല്ലാണ്ട് HRC ഫ്യൂസ് വരുന്നുണ്ട്. അത് കാട്രിഡ്ജ് ആണ്. ഓരോ കാട്രിഡ്ജ് പോകുന്നതിനനുസരിച്ച് കാട്രിഡ്ജ് മാറ്റാനാണ്. കിറ്റ്കാറ്റ് ഫ്യൂസ് എന്ന് പറഞ്ഞാൽ നമ്മൾ കമ്പി വെച്ച് കെട്ടുന്ന ഫ്യൂസിനെയാണ് കിറ്റ്കാറ്റ് ഫ്യൂസ് എന്ന് പറയുന്നത്. അതൊരു മുട്ടയുടെ പേരാണ്. എന്നിരുന്നാലും ആ ഫ്യൂസിൻ്റെ പേര് കിറ്റ്കാറ്റ് ഫ്യൂസ് എന്നാണ്. ഓക്കെ, ആ കിറ്റ്കാറ്റ് ഫ്യൂസ് കെട്ടാൻ വേണ്ടി നമ്മൾ സാധാരണ എന്താ ചെയ്യുന്നത്? ഒരു വയറിനെടുത്ത് അതിൻ്റെ അകത്ത് കോപ്പർ നാരുകൾ വലിച്ച് ഊരി അത് വെച്ചിട്ടാണ് സാധാരണ കെട്ടാറ്. അപ്പോൾ ഞാൻ ഇതിന് മുന്നേ ചെയ്തൊരു വീഡിയോയിൽ എങ്ങനെയാണ് കെട്ടുന്നതെന്നൊക്കെ ഡീറ്റെയിൽഡ് ആയിട്ട് എക്സ്പ്ലെയിൻ ചെയ്തിട്ടുണ്ട്. അതുപോലെ ആ പ്രൊസീജിയറും കാര്യങ്ങളും അതിൻ്റെ കണക്കൊന്നും ഞാനിവിടെ വീണ്ടും റിപ്പീറ്റ് ചെയ്യുന്നില്ല. ആ വീഡിയോയുടെ ലിങ്ക് ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ കൊടുക്കാം, താല്പര്യമുള്ളവർക്ക് കാണാവുന്നതാണ്. ഇപ്പം നമ്മുടെ ഡിസ്കഷൻ ഈ ഫ്യൂസ് വയർ വെച്ചിട്ട് ഫ്യൂസ് കെട്ടുന്നതാണ്. അതായത് റെഡിമെയ്ഡ് ആയിട്ട് നമുക്ക് മാർക്കറ്റിൽ അവൈലബിൾ ആണ് 32 ആംപിയർ ഫ്യൂസിൻ്റെ വയർ. ഓക്കെ, അപ്പോൾ 32 ആംപിയർ ഫ്യൂസ് കെട്ടുന്ന സ്ഥലത്ത് ഇതിൻ്റെ ഒരു വയർ വെച്ച് അപ്പുറത്തും ഇപ്പുറത്തും സ്ക്രൂ ടൈറ്റ് ആക്കി കഴിഞ്ഞാൽ ഇത് ഫിക്സ് ചെയ്ത് കൊടുക്കേണ്ടത്. എത്ര വയർ കെട്ടണം എന്നൊന്നും നിങ്ങൾക്ക് അറിയേണ്ട ആവശ്യമില്ല. പക്ഷേ ഫ്യൂസ് വയർ കിട്ടാൻ വേണ്ടി ബുദ്ധിമുട്ടാണ്. നോർമലി മാർക്കറ്റിൽ ആരും കൊണ്ടുവയ്ക്കാറില്ല. കാരണം നമുക്ക് എല്ലാവർക്കും കോപ്പർ വയർ പിരിച്ചിട്ട് ചെയ്യാനാണ് താല്പര്യമായതുകൊണ്ട് മാർക്കറ്റിൽ അത് യൂസ് ചെയ്യുന്നത് വളരെ അപൂർവമായിട്ടാണ് കടകളിൽ കിട്ടാവുന്ന ചാൻസ് ഇല്ല. അതായത് 32 ആംപിയർ, 63 ആംപിയർ, അങ്ങനെ 100 ആംപിയറിൻ്റെയൊക്കെ ഫ്യൂസ് വയർ അവൈലബിൾ ആണ്. പക്ഷേ വളരെ റെയറായിട്ട് നമ്മുടെ നാട്ടിലൊക്കെ സ്റ്റോപ്പിലൊക്കെ കൊണ്ടുവെക്കുന്നത്. പക്ഷേ ഇങ്ങനൊരു സാധനമുണ്ട്. ഓക്കെ, ഇത് വരുന്നത് ആക്ച്വലി ലെഡും ടിന്നിൻ്റെയും അലോയ് ആണ്. അതായത് ലെഡും ടിന്നും അലോയിൻ്റെ പ്രത്യേകത എന്ന് വെച്ച് കഴിഞ്ഞാൽ ചെറിയ രീതിയിൽ ചൂടാവുമ്പോൾ തന്നെ ഇത് ഉരുകിപ്പോവും. ഉരുകി ഈ കോണ്ടാക്റ്റ് ബ്രേക്ക് ആവും. ഓക്കെ, അങ്ങനെ വരുമ്പോൾ ഇതിൻ്റെ കോമ്പോസിഷൻ ഓരോ ആംബിയർ അനുസരിച്ച്, ഫോർ എക്സാമ്പിൾ 32 ആംബിയറിൻ്റെ ഫ്യൂസ് വയർ ഡിസൈൻ ചെയ്തിരിക്കുന്നത് അതിൻ്റെ ലെഡും അലൈൻ്റെയും കോമ്പോസിഷൻ എങ്ങനെയാണെന്ന് വെച്ച് കഴിഞ്ഞാൽ 32 ആംബിയർ ഒരു വയറിലൂടെ കടന്നു പോകുമ്പോൾ ഒരു ചൂട് അതിന് പ്രൊപ്പോർഷണലായിട്ട് ഉണ്ടാക്കും. ആ ചൂട് ഉണ്ടാവുന്ന സമയത്ത് ഇത് അതിന് മുകളിൽ 63 ആംബിയറിന് മുകളിൽ യൂസ് ചെയ്യുമ്പോഴാണ് ഇത് ചൂടാവുകയും ഉരുകാനും തുടങ്ങുള്ളൂ. ഓക്കെ, അപ്പോൾ ഈ കക്ഷി പറഞ്ഞ പോലെ സോൾഡറിങ് അയോണും ഇതേപോലെ ടെന്നും ലെഡും തമ്മിൽ ഉണ്ടാക്കിയതാണെങ്കിലും ഇതിൻ്റെ കോമ്പോസിഷൻ വ്യത്യാസം ഉണ്ടാവും. അത് ഉരുകുന്നത് 32 ആംബിയറിൽ ഓടുമ്പോൾ ഒരിക്കലും ഉരുകുന്നുണ്ട്. അപ്പോൾ ഒരു കാരണവശാലും സോൾഡറിങ് അയോണിൽ യൂസ് ചെയ്യുന്ന ലെഡ് ടിന്നുമായിട്ടുള്ള അലോയ് നമുക്ക് ഈ ഫ്യൂസിന് വേണ്ടി യൂസ് ചെയ്യാൻ പാടില്ല. അപ്പോൾ ഫ്യൂസിന് വേണ്ടി യൂസ് ചെയ്ത് കഴിഞ്ഞാൽ അത് എത്ര ആംബിയർ കടന്നു പോകുമ്പോൾ അതിന് കണക്കായിട്ട് ഉരുകാനുള്ള ചൂട് ഉണ്ടാക്കുക എന്ന് പറയാൻ പറ്റില്ല. അപ്പോൾ ഫ്യൂസ് നമ്മൾ കെട്ടുന്നത് കറക്റ്റായിട്ടുള്ള ആംബിയർ ആകുമ്പോൾ അത് ചൂടായിട്ട് ഉരുകിപ്പോയി ബ്രേക്ക് ആവണം എന്നുള്ളതുകൊണ്ടാണ്. അപ്പോൾ സോൾഡറിങ് അയണിൻ്റെ വയർ ഒരു കാരണവശാലും ഫ്യൂസ് വയറായിട്ട് യൂസ് ചെയ്യാൻ പാടില്ല. ഐ ഹോപ്പ് ഞാൻ ഈ പറഞ്ഞത് വളരെ വ്യക്തമായി മനസ്സിലായി എന്ന് വിചാരിക്കുന്നു. എന്തെങ്കിലും സംശയമുണ്ടെങ്കിൽ കമൻറ്റ് ബോക്സിൽ രേഖപ്പെടുത്തുക. ശിശിരം എഞ്ചിനീയറിംഗ് സർവീസ് നിങ്ങളുടെ പുതിയ വീടിൻ്റെയോ കൊമേഴ്ഷ്യൽ ബിൽഡിങ്ങിൻ്റെയോ അഥവാ ഫാക്ടറിയുടെയോ ഇലക്ട്രിക്കൽ ഡിസൈൻസും ലേഔട്ട് ഡ്രോയിങ്സും ചെയ്തു കൊടുക്കുന്നതാണ്. സിവിൽ ഡ്രോയിങ് നമുക്ക് അയച്ചു തന്നു കഴിഞ്ഞാൽ നിങ്ങളുടെ ആവശ്യങ്ങൾ നമ്മളായിട്ട് ഡിസ്കസ് ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങൾക്ക് ഇലക്ട്രിക്കൽ ഡ്രോയിങ്സ്, അതിന് പ്രത്യേകിച്ചും അതിൻ്റെ ലേഔട്ട് ഡ്രോയിങ്സ്, ലൈറ്റും ഫാനും അങ്ങനെയുള്ള സോക്കറ്റ്സും ഏത് പൊസിഷനിൽ വേണം എന്നുള്ള കാര്യം, അതേപോലെ തന്നെ അതിൻ്റെ കോൺഡ്യൂട്ട് പൈപ്പിൻ്റെ ലേഔട്ടും സർക്യൂട്ട് വയേഴ്സിൻ്റെ ലേഔട്ടും DB ഡിസൈൻസും, അതേപോലെ തന്നെ DBയിലെ സ്വിച്ച് ഗിയർ ഐറ്റംസും പ്രൊട്ടക്ഷൻ ഡിവൈസസുകളുടെയും സ്പെസിഫിക്കേഷനും സൈസും കൃത്യമായി മെൻഷൻ ചെയ്തിരിക്കുക. അത് MCBയുടെ സൈസിങ്ങും യൂസ് ചെയ്യേണ്ട കേബിളിൻ്റെ സൈസിങ്ങും അതുപോലെ തന്നെ RCCB, SPD, ലൈറ്റ്നിങ് പ്രൊട്ടക്ഷൻ, ആവശ്യമുള്ള എല്ലാ പ്രൊട്ടക്ഷനും കാര്യങ്ങളും എന്തെങ്ങനെയാണ് എവിടെയൊക്കെയാണ് കൊടുക്കേണ്ടത് എന്നൊക്കെ ഡീറ്റെയിൽ ആയിട്ട് ഡിസൈൻ ചെയ്ത് തരുന്നതായിരിക്കും. അതുകൂടാതെ തന്നെ CCTV ലേഔട്ട്സും ഫ്യൂച്ചറിൽ സോളാർ വാട്ടർ ഹീറ്റേഴ്സും സോളാർ പവർ പ്ലാന്റും ഇൻസ്റ്റാൾ ചെയ്യേണ്ട ഫീസിബിലിറ്റി ഡ്രോയിങ്സും ഇതുകൂടാതെ തന്നെ പ്ലംബിങ്ങും മറ്റ് എസ്റ്റിമേഷൻ ഡിസൈൻസും ഒക്കെ അവൈലബിൾ ആണ്. താല്പര്യമുള്ളവർക്ക് താഴെയുള്ള നമ്പറിൽ കോൺടാക്ട് ചെയ്യാവുന്നതാണ്. ഇലക്ട്രിസിറ്റിയെയും ഇലക്ട്രിക്കൽ എക്യുപ്മെന്റിനെയും ഇതിൽ മാറി വരുന്ന ടെക്നോളജിയെയും പറ്റി കൂടുതൽ അറിയാൻ ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക.
പുതിയ വീഡിയോയുമായി വീണ്ടും കാണും വരെ ഗുഡ് ബൈ.